അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഏപ്രിലിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 അറബിക് കണ്ടൻറ്റ് ചോദ്യപേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിലെ ആദ്യ ഭാഗം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതായിരുന്നു. അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്ന് വായിക്കേണ്ടത് 89ാമത്തെ ചോദ്യം മുതലാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഷായിറുൻ ഇഷ്തഹറ ബി അമീരി ശുഅറാഇ ഫിൽ മിഹ്ജർ. ഷായിറുൻ ഇഷ്തഹറ ബി അമീരി ശുഅറാ ഫിൽ മിഹ്ജർ. മിഹ്ജറിലെ അമീർ ശുഅറ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ കവികളുടെ അമീറായിട്ട് അറിയപ്പെടുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ അമീർ ശുഅറാ ഫിൽ ജാഹിലിയ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഇമ്രുൽ കൈസാണ്. അതേപോലെ തന്നെ അമീർ ശുഅറാ ഫിൽ ഹസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ ഷായിറുകളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അഹമ്മദ് ഷൗക്കിയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷായിറുൻ ഇഷ്തഹറ ബി അമീർ ശുഅറാ ഫിൽ മിഹ്ജർ, മിഹ്ജരി കവികളിലെ അമീർ ശുഅറാ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഹ്ജരി കവികൾ ആരാണ് എന്നെല്ലാം നമ്മൾ ക്ലാസ്സിൽ വിശദമായി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, സിറിയ, ലുബ്നാൻ, മിസ്ർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കും അതേപോലെ തന്നെ തെക്കേ അമേരിക്കയിലേക്കൊക്കെ കുടിയേറി പാർത്ത ആളുകൾ, അറബികൾ, അവർ അവിടെ കൊണ്ടുവന്നിട്ടുള്ള സാഹിത്യ ചലനങ്ങളും അതൊക്കെയാണ് മിഹ്ജരി കാലഘട്ടത്തിലെ മിഹ്ജരി സാഹിത്യം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഈലിയ അബു മാലി. അദ്ദേഹമാണ് അമീർ ശുഅറാ ഫിൽ മിഹ്ജർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഓപ്ഷനിലെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അതേപോലെ മീഖായിൽ നുഐമ, റഷീദ് സലീം ഖോരി, ഇവരെക്കുറിച്ചെല്ലാം ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം, മീഖായിൽ നുഐമ അദ്ദേഹത്തെ നാസിക്കു ഷഹ്റൂബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അതേപോലെ റഷീദ് സലീം ഖോരി, അദ്ദേഹം ഷായിറുൽ ഖുറവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ, അലത്തോവിലത്തി കിതാബുൻ വഡാഷ്. അലത്തോവിലത്തി കിതാബുൻ വഡാഷ്, മേശമേൽ പുസ്തകവും പേനയുമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അവിടെ ഇനി വരുന്നതിൻ്റെ ആ ഒരു പൊസിഷൻ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ മുസന്നയാണ് എടുക്കുന്നത് എങ്കിൽ, അതായത് കലമാനി എന്നാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുസന്നയുടെ ഇറാബ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കിതാബ് എന്നുള്ളത് മുബ്തദ മുഅഖറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അത്ഫ് ചെയ്ത് വരുന്നതിൻ്റെ ഇറാബും അതിൻ്റെ ഇറാബ് തന്നെ ആയിരിക്കണം. മുബ്തദയുടെ ഇറാബ് ഏതാണ്? റഫാണ്, നമുക്കറിയാം. അപ്പോൾ കിതാബ് എന്നുള്ളത് മുബ്തദ മുഅഖർ ആയത് കൊണ്ട് തന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ അത്ഫ് ചെയ്ത് വരുന്നതിൻ്റെ ഇറാബും എന്താവണം? റഫാവണം. അപ്പോൾ നമ്മൾ കലമാനി എന്നെടുക്കുമ്പോൾ അത് ശരിയാകുമോ? അപ്പോൾ നമ്മൾ മുസന്നയുടെ ഇറാബ് അപ്പോൾ നമുക്ക് അറിഞ്ഞെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കലമാനി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മുസന്നയുടെ ഇറാബ് എന്താണ്? യുർഫഉൽ മുസന്ന ബിൽ അലിഫി വയുൻസബു വയുജറു ബിൽ യാഇ. അപ്പോൾ ഇവിടെ കിതാബ് എന്നുള്ളത് എന്താണ്? മുബ്തദ മുഅഖർ ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്നതിൻ്റെയും ഇറാബ് റഫാവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കലമാനി എന്നുള്ളത് എടുക്കാം. കാര്യം എന്താണ്? റഫിൻ്റെ മുസന്ന റഫ് ചെയ്യൽ അലിഫ് കൊണ്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ കലമാനി എന്നുള്ളത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക? ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരികയുള്ളൂ. അതല്ലാതെ കലമൈനി, കലമൻ, കലമിൻ എന്നൊന്നും എന്ത് ചെയ്യൂല? വരികയില്ല. നമ്മുടെ ഉദാഹരണത്തിൽ കലമുൻ എന്നാണ് എങ്കിൽ ശരിയാകുമോ? കലമുൻ എന്നായിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ ശരിയാകും അല്ലേ. അലത്തോവിലെത്തി കിതാബുൻ വ കലമുൻ, അപ്പോൾ ശരിയാകും. പക്ഷെ ഇവിടെ കലമുൻ എന്നില്ല, കലമൻ, കലമിൻ എന്നാണ് സിയും ഡിയൊക്കെ ഉള്ളത് അല്ലേ. അതുകൊണ്ട് പിന്നെ ശരിയാവുന്നത് കലമാനി മാത്രമാണ്. കാരണം റഫിൻ്റെ സ്ഥാനത്ത് വന്നത് പിന്നെ അത് മാത്രമാണ്. അതുകൊണ്ട് അലത്തോവിലെത്തി കിതാബുൻ വ കലമാനി എന്നേ ശരിയാവുകയുള്ളൂ. 91ാമത്തെ ക്വസ്റ്റ്യൻ, സുഅമാഉ ഹറക്കത്തു ദീവാൻ. ഹറക്കത്തു ദീവാനിൻ്റെ നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്നത് ആരെല്ലാമാണ്?
ഈ ഒരു സാഹിത്യ സംഘടന 1921 ഇത് എസ്റ്റാബ്ലിഷ് ആകുന്നത്. റാബിത്തത്തുൽ കലമി എന്നാണ് 1920 അല്ലേ. ഓക്കെ, ഇതിന് ഇങ്ങനൊരു പേര് കിട്ടാൻ, ഹറക്കത്തു ദീവാൻ എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം ദീവാനു ഫിൽ അദബി വൻ നഖ്ദി എന്ന അക്കാദും മാസീനിയും ഒരുമിച്ച് രചിച്ച ഒരു ഗ്രന്ഥത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇതിന് ഹറക്കത്തു ദീവാൻ എന്നുള്ള പേര് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിൽ മാസീനിയും അതേപോലെ തന്നെ അക്കാദുമുള്ള ഓപ്ഷനുകൾ ഏതാണെന്ന് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ അക്കാദും മാസീനി ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിൽ അക്കാദ് മാത്രമാണുള്ളത്, മൂന്നാമത്തെ ഓപ്ഷനിൽ അക്കാദും മാസീനി ഉണ്ട് അല്ലേ, നാലാമത്തെ ഓപ്ഷനിൽ പിന്നെ രണ്ടാളുമില്ല. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനിലാണ് അക്കാദും മാസീനി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് എന്ന് കണ്ടെത്തിയാൽ മതിയാകും. ഇവിടെ ഓപ്ഷൻ സി ഷൗക്കി അക്കാദ് മാസീനി, ഷൗക്കിക്ക് ഹറക്കത്ത് ദീവാനുമായിട്ട് എന്തില്ല, ബന്ധമൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു പ്രയോക്താവല്ല. പിന്നെ വരുന്നത് ഇവിടെ ഏതാണ്, ഓപ്ഷൻ എ ആണ്, ഷുക്കരി അക്കാദ് മാസീനി. അപ്പോൾ ഇവരാണ് ഈ ഓപ്ഷനിൽ ഹറക്കത്തു ദീവാൻ്റെ സുമാക്കളായിട്ട് അറിയപ്പെടുന്നത്. 92ാമത്തെ ക്വസ്റ്റ്യൻ, വമഹുമ തോല മൗഇദുന വത്തോലത്ത് മസാഫത്തു ബൈനന വൽഖൽബു സായിൻ ഹാദൽ ബൈത്തു ഫിൽ ബഹരി. താഴെ കൊടുത്തിരിക്കുന്ന വസിനുകൾ നോക്കിയിട്ട് ഈ ഒരു വരി ഏത് വസിനിൽ വന്നതാണ് എന്ന് കണ്ടെത്താനാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ പലപ്പോഴും നമുക്ക് അസ്ഹാബുൽ മുഅല്ലഖാത്തിൻ്റെ പ്രധാനപ്പെട്ട വരികളൊക്കെയാണ് കേട്ടിട്ടിനൊക്കെ നൽകാറുള്ളത്. അപ്പോൾ ഇത് അറുതുമായി ബന്ധപ്പെട്ട് കത്ത് ചെയ്യേണ്ട നിയമങ്ങളൊക്കെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വസിനുകളൊക്കെ നമുക്കറിയുമെങ്കിൽ ഇപ്പം കാമിലി, വാഫിർ, തൊവീൽ, ബസീത്ത് ഇതുപോലെയുള്ള ബഹറുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ട്യൂണിൽ പാടി നോക്കിയിട്ട് ഏറെക്കുറെ ശരിയാവുന്നെങ്കിൽ നമുക്കൊരു ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ പിന്നെ ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അത് കത്ത് ചെയ്യേണ്ട രൂപം, അതായത് പിന്നെ ഹെറക്കത്തുള്ളതിന് ഒരു ലൈനിട്ട് മറ്റതിന് ഒരു സീറോട്ട് ആ രൂപത്തിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കത്ത് ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട വസിനുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണാതെ പഠിക്കുക. വസിനുകൾ പൂർണ്ണമായിട്ടും കാണാതെ പഠിക്കാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ആ പാട്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പമുള്ള ഒരു ഈണത്തിൽ അത് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വസിനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബഹറുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. കമുലൽ ജമാലി മിനൽ ബഹൂരിൽ കാമിലൂ മുതഫായിലുൻ മുതഫായിലുൻ മുതഫായിലൂൻ ഹൽ ഗാദറ الشعراء من متردمي أم هل عرفت الدار بعد توهمي طويل اللحود دون البحور فضائل فعول مفاعيل فعول مفاعيل أمن أم أو فاطمة لم تكلمي بحومانة الدراج فالمتسلمي إن البسيط لديه يبسط الأمل مستفعل فاعل مستفعل فاعل ودع هريرة إن الركب مرتحل وهل تطيق وداعا أيها الرجل بحور الصغير وافرها جميل
مفاءلة مفاءلة فعول هنيئا للمصلين تقاتي ومن أدى الفروض الواجبات ومهما طال موعدنا وطالت مسافة بيننا والكلب سائي. അപ്പോൾ ഇത് കേട്ട് നോക്കിയപ്പോൾ നമ്മുടെ വരി ഒന്ന് പാടി നോക്കി നിങ്ങൾ. നമ്മുടെ വരി പാട് നോക്കിയിട്ട് ഏത് രീതിക്കാണ് ഏകദേശം വരുന്നത്? വാഫിറിൻ്റെ രൂപത്തിലാണ് വരുന്നത് അല്ലേ? അതൊന്നുകൂടി ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളൊന്ന് പാടി നോക്കിയാൽ മതി. ഓക്കെ, അതൊരു ചെറിയ രീതിയാണ്, അതൊരു പ്രോപ്പർ വേ അല്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാലും ഏറെക്കുറെ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പാടി നോക്കിയാലും ഒരു 50-50 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശരിയാക്കാൻ സാധ്യതയുണ്ട്. 93ാമത്തെ ക്വസ്റ്റ്യൻ, കും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അയ്യകൂന ഡാഷ്. ഇതാരുടെ വരികളാണ്? പലപ്പോഴും കേട്ടറ്റിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇത് അഹമ്മദ് ഷൗക്കിയുടെ വരികളാണ് അല്ലേ? അഹമ്മദ് ഷൗക്കിയുടെ വരികളാണ്. കും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അയ്യകൂന റസൂല എന്നതാണ് കറക്റ്റ് ആൻസർ. അതായത് അധ്യാപകനെ നിങ്ങൾ ബഹുമാനിച്ച് അവരെ ആദരിച്ച് കൊണ്ട് നിലകൊള്ളുക. അധ്യാപകൻ ഒരു റസൂലിൻ്റെ സ്ഥാനത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകൻ അത്രത്തോളം എന്ത് കൊടുക്കണം? പ്രാധാന്യവും ബഹുമാനവും ഒക്കെ കൊടുക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. 94ാമത്തെ ക്വസ്റ്റ്യൻ, മുഅല്ലിഫുൽ കിതാബ് അൽ ഖാനൂൻ ഫി തിബ്. ഖാനൂൻ ഫി തിബ് എന്ന കിതാബിൻ്റെ മുഅല്ലിഫ് ആരാണ്? നമുക്കറിയാം വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബിത്തുബിൽ ഹദീസ്, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? പിന്നെ ഇബ്നു സീന അല്ലേ? അദ്ദേഹത്തെ അഷൈഖുർ റഈസ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ അമീറുൽ അതിബ്ബാ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ആധുനിക കാലഘട്ടത്തിൽ പോലും വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ റഫറൻസായി സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനയാണ് അൽ ഖാനൂൻ ഫി തിബ് എന്നുള്ളത്. 95ാമത്തെ ക്വസ്റ്റ്യൻ, വസ്തഈനു ബിസ്സബ്രി വ ഡാഷ് വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സൂറത്തു ബഖറയിലെ 45ാമത്തെ വചനമാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഖുർആന് ഏറെക്കുറെ പല പ്രധാനപ്പെട്ട ആയത്തുകൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സൂറത്തുകളൊക്കെ നമുക്ക് മനഃപ്പാടമുണ്ടെങ്കിലാണ് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 96ാമത്തെ ക്വസ്റ്റ്യൻ, കമാ വറദ ഫിൽ ഹദീസ്. ഹദീസിൽ വന്നതുപോലെ നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമ, ഈ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അധിക ആളുകളും അശ്രദ്ധയിലാണ്. കസീറു മിനന്നാസ് അല്ലേ? അധിക ആളുകളും അശ്രദ്ധയാണ്. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അൽ ഇൽമു വൽ ഫറാ, അൽ ഇൽമു വസ്സിഹ, അസ്സിഹത്തു വൽ അഖിൽ, അസ്സിഹത്തു വൽ ഫറാ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആരോഗ്യവും ഒഴിവു സമയവും. ആരോഗ്യവും ഒഴിവു സമയത്തും എന്നുള്ള ഈ വലിയ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അധിക ആളുകളും അശ്രദ്ധരാണ് എന്നാണ് ഈ നബി വചനത്തിലൂടെ എന്ത് ചെയ്യണത്? നമ്മെ പഠിപ്പിക്കുന്നത്. 97ാമത്തെ ക്വസ്റ്റ്യൻ, മുഫ്രദ് കലിമത്തു തവാബുൽ. തവാബുൽ എന്നുള്ള കലിമത്തിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. താബിലുൻ തവാബിലുൻ എന്നാണ്. തവാബിലുൻ അല്ലേ? താബിൽ എന്നുള്ളതാണ് അതിൻ്റെ മുഫ്രദ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പൈസി, ഫിൽഫിൽ പോലെ എന്താണ് സ്പൈസി ആയിട്ടുള്ള കാര്യത്തിനാണ് താബിൽ എന്ന് പറയുന്നത്. താബിലുൻ ജംഅ് തവാബിലുൻ എന്നതാണ് കറക്റ്റ് ആൻസർ. 98ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി സാഹിബ് ഹാദൽ ബൈത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. ഈ വരി ആരുടേതാണ്? അതായത് പിന്നെ ഫി കസീദത്തി അൽ ഇൽമു വൽ അഖ്ലാഖ് എന്നുള്ള കസീദയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത് അല്ലേ? ഈ വരിയിലൂടെ പറയുന്നത് എന്താണ്? ഉമ്മ എന്ന് പറയുന്നത് അത് ഒരു സ്കൂളാണ്. ആ ഉമ്മ എന്താണ്? ഒരു വലിയൊരു സൊസൈറ്റിയാണ് ഉമ്മ എന്ത് ചെയ്യണത്? വളർത്തിക്കൊണ്ട് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഉമ്മയാണല്ലോ
ആദ്യത്തെ ഒരു പിന്നെ മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മ എന്താണ് ആണ് ഒരു സൊസൈറ്റിയെ, ഒരു ജനറേഷനെ തന്നെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ഇതാരുടെ വരികളാണ്? ഇത് ഹാഫിൾ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ വരികളാണിത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 99ാമത്തെ ക്വസ്റ്റ്യൻ, മിൻ അഹമ്മി ബവാഇസി അദബിൽ മിഹിജർ. അദബുൽ മിഹിജറിൻ്റെ പ്രേരകം, അദബുൽ മിഹിജറിൻ്റെ, നമുക്കറിയാം മിഹിജറി സാഹിത്യം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുബ്നാനിൽ നിന്നും മിസ്റിൽ നിന്നും അതേപോലെ തന്നെ പിന്നെ സിറിയയിൽ നിന്നൊക്കെ വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും പാലായനം ചെയ്ത് അവിടെ എന്താണ് സാഹിത്യപരമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് എന്ത് മിഹിജറി കവികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രേരകം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ അത്തഅസ്സുറു ബിൽ അഖീദ, അവരുടെ വിശ്വാസപരമായ സ്വാധീനം. ഓപ്ഷൻ ബി അൽ ഹനീനു ഇലൽ വതൻ, തങ്ങളുടെ രാജ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹം. ഓപ്ഷൻ സി അൽ ഇൽതിഹാദുൽ ഇജ്തിമാഇ, അവരുടെ അവർ നേരിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പീഡനം. അൻ നഫ്യു വൽ ഹർമാൻ, നിഷേധവും അതേപോലെ തന്നെ നാടുകടത്തലും. ഇതിൽ ഏതായിരുന്നു കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ മിഹിജറി കവികൾ അവരവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടുപോയി അവിടെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവരെന്താണ് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും സാഹിത്യരംഗത്തേക്ക് ഒരുപാട് സംഭാവനകളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ ആ ഒരു മിഹിജറി സാഹിത്യത്തിൻ്റെ ഒരു പ്രധാന പ്രേരകം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള അവരുടെ അടങ്ങാത്ത സ്നേഹമായിരുന്നു. അൽ ഹനീനു ഇലൽ വതൻ, അത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ, മാ ജാവസ അനിൽ ഹക്കീക്കത്തി മിനൽ കലാമി യുസമ്മ. മാ ജാവസ, വിട്ടുകടന്നത്, അനിൽ ഹക്കീക്ക, യാഥാർത്ഥ്യമായതിൽ നിന്ന് വിട്ടുകടന്നതിനെ, മിനൽ കലാമി, ഒരു സംസാരത്തിൽ നിന്ന് യാഥാർത്ഥ്യമായതിൽ നിന്ന് വിട്ടുകടന്നതിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ തഷ്ബീഹ്, ഓപ്ഷൻ ബി ഇസ്തിആറ, ഓപ്ഷൻ സി അൽ മജാസ്, ഓപ്ഷൻ ഡി അൽ കിനായ. ഏതാണ് കറക്റ്റ് ആൻസർ? ഹക്കീക്കത്തല്ല എങ്കിൽ പിന്നെ അതെന്തായിരിക്കും? മജാസ് ആയിരിക്കും അല്ലേ? ഹക്കീക്കത്തിൽ നിന്ന് വിട്ടുകിടക്കുക പറഞ്ഞാൽ മജാസി ആയിട്ടൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എന്താണ് യുദ്ധക്കളത്തിൽ സിംഹം അടരാടി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സിംഹം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്? എന്താണ്? മജാസി ആയിട്ടാണ്. അവിടെ ഒരു ധീരനായിട്ടുള്ള ഒരു പട്ടാളക്കാരനെയാണ് നമ്മൾ സിംഹമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് മജാസി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹക്കീക്കത്തിൽ നിന്ന് വിട്ടുകടന്നൊരു കലാമി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ മജാസാണ്. ആലങ്കാരികമായി പറയുക എന്നതാണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഹുവ താലിബുൻ മുൽത്തസിമുൻ ബിൽ വാജിബാത്തി അൽ ജുംലത്തു തുഫീദു. നമ്മൾ അടുത്ത കാലത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെയുള്ള ചില പ്രയോഗങ്ങൾ കൊടുത്തുകൊണ്ടൊക്കെ ക്വസ്റ്റ്യനുകൾ നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടത് വായിച്ച് മനസ്സിലാക്കാൻ, നമുക്ക് അറബി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ നമുക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹുവ താലിബുൻ, അവൻ വിദ്യാർത്ഥിയാണ്, മുൽത്തസിമുൻ ബിൽ വാജിബാത്തി, അവൻ്റെ നിർബന്ധ കാര്യങ്ങൾ, അവൻ്റെ ഹോംവർക്ക് പോലെയുള്ള കാര്യങ്ങളിൽ അവന് കണിശമായിട്ട് കൃത്യത പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ഒരു ജുംല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഇത്? ഈ ഒരു ജുംല കൊണ്ട് നമ്മളിൽ പ്രതിഫലിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഹുവ യഹ്തമു ബിൽ വാജിബാത്തി, അവൻ്റെ നിർബന്ധ കാര്യങ്ങൾ, അവൻ്റെ ഹോംവർക്കുകളിലൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? നല്ലതുപോലെ സ്ഥിരോത്സാഹം നടത്തുന്ന വ്യക്തിയാണ്. അതേപോലെ ഹുവ യഹ്മലു അനിൽ വാജിബാത്തി, അവൻ്റെ നിർബന്ധ കാര്യങ്ങൾ, അവൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവന് വിസ്മരിക്കുന്ന, അവഗണിക്കുന്ന ഒരാളാണ്. ഹുവ യക്ലി അലൽ വാജിബാത്തി, അവന് യക്ലി അല എന്ന് പറഞ്ഞാലും യക്ലി അല എന്ന് പറയുമ്പോഴും അവഗണിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കിട്ടുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നായിരിക്കാം ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു ലക്ഷ്യം. യക്ലി അല എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു അവഗണിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെയും കിട്ടുന്നത്. അപ്പോൾ ഹുവ യക്ലി അലൽ വാജിബാത്തി എന്ന് പറയുമ്പോഴും അവൻ്റെ ഉത്തരവാദിത്തത്തെ അവഗണിക്കുന്നു എന്ന അതേ സെയിം മീനിങ് തന്നെയാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ഹുവ യജ്ബറു അലൽ വാജിബാത്തി, അവൻ
പിന്നെ ഉത്തരവാദിത്തം ചെയ്യാൻ നിർബന്ധിതനാണ് എന്നുള്ളൊരു, അതായത് നിർബന്ധിതനെന്ന് പറയുമ്പോൾ എന്താണ്, ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക, അതാണല്ലോ നിർബന്ധിതനാകുക എന്ന് പറയുന്നത്. അതാണ് ഓപ്ഷൻ ഡിയുടെ മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ജുംല കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകൂലേ? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷന് ഏതാണ്? എ ആണല്ലേ. ഹുവ യഹ്തമു ബിൽ വാജിബാത്തി, അവൻ്റെ ഉത്തരവാദിത്വം വളരെ പ്രാധാന്യത്തോടു കൂടെ എന്താണ് കാണുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 112ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് അൽ ഫരീഖുൽ വതനി മഷ്ഹൂറൂൻ, എന്താണ്? ദേശീയ ടീമിൽ കളിക്കുന്നവർ പ്രസിദ്ധരാണ്. കളിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. കാരണം ഓപ്ഷനിൽ ലായിബീൻ, ലായിബി, ലായിബൂന, ലായിബു എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അവിടെ അതിൻ്റെ മീനിങ് എന്താണ്? ദേശീയ ടീമിൽ കളിക്കുന്നവരൊക്കെ വളരെ പ്രശസ്തരാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്തുക? അപ്പോൾ നമ്മൾ ഈ ഒരു പ്രയോഗിക്കേണ്ട പദത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാകണം. ഇതിൻ്റെ പൊസിഷൻ എന്താണ്? മുബത്തദ ആണ്. ഇവിടെ ദേശീയ ടീമിൻ്റെ കളിക്കാർ എന്നാണ്, ദേശീയ ടീമിൻ്റെ കളിക്കാർ എല്ലാവരും പ്രശസ്തരാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇലാഫത്താണല്ലോ അല്ലേ. അപ്പോൾ ഇലാഫത്തിൻ്റെ സമയത്ത് നൂനിനെ കളയണം എന്ന് നമ്മുടെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വ്യക്തമായി വിശദീകരിച്ചതാണ്, ഫസ്റ്റ് പാർട്ട് ചെയ്ത സമയത്തിൽ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് എന്തായിരിക്കും? നമുക്ക് ലായിബു അൽ ഫരീഖിൽ വതനി മഷ്ഹൂറൂൻ, ഓപ്ഷന് ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ലായിബു അൽ ഫരീഖിൽ വതനി മഷ്ഹൂറൂൻ എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 113ാമത്തെ ക്വസ്റ്റ്യൻ, കുല്ലു ജംഇ തക്സീരിൻ ഫീഹി അലിഫുൻ സായിദ ബഅദഹു ഹർഫാനി ഔ സലാസത്തുൻ യുസമ്മ. അപ്പോൾ എല്ലാ ജംഉ തക്സീറും അതിൽ അലിഫുൻ സായിദ വരുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം ഹർഫാനി ഔ സലാസ, 2 or 3 ഹർഫുകളും ഉണ്ട് എങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ് എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ജംഉ തക്സീർ അറിയാം. അതേപോലെ തന്നെ പിന്നെ അതിൽ അലിഫുസായിദ വരുന്നു എങ്കിൽ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. അലിഫുസായിദ വരിക മാത്രം പോരാ, അതിന് ശേഷം എന്ത് വേണം? 1 അറഫോ 2 അറഫോ വരികയും വേണം. അതിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ജുമുഉൽ കസിറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10-ലധികമുള്ള അതതിനൊക്കെ പറയുമ്പോഴാണ് ജുമുഉൽ കസിറ എന്ന് പറയുന്നത്. അത്തരം ഒരു ഗ്രൂപ്പിനെയാണ് ജുമുഉൽ കസിറ എന്ന് പറയാം. വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഏതുപോലെ ഫുഅലാ, ഉലമാ പണ്ഡിതന്മാർ, ഫിആല് ജിബാല്, അതേപോലെ ഫുഊല് റസൂല്, ഫഅലത്ത് ഹഫിളത്ത്, ഇതുപോലെയൊക്കെയാണ് ജുമുഉൽ കസിറയിൽ പറയാം. അപ്പോൾ ഇവിടെ ജമ്മു തക്സീർ തന്നെയാണ് അല്ലേ. ജബലുൻ ജിബാലുൻ ജമ്മു തക്സീറാണ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിലുള്ള എന്താണ്? ജമ്മു തക്സീർ ആവണം, അലിഫു സായിദ വരണം. അതൊക്കെ ഇവിടെ റെഡിയാണ്. അലിഫു സായിദ വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഹർഫാനി ഔ സലാസ, 2 or 3 ഹർഫുകൾ അധികരിച്ച് വേണം. അതും കൂടി വരണം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഉദാഹരണത്തിൽ വന്നിട്ടില്ല അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ബി നോക്കാം. ജുമുഉൽ കില്ല. എന്താണ് ജുമുഉൽ കില്ല എന്ന് പറയുന്നത്? അദദുൽ കലീൽ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെയുള്ള അതത്, അതാണ് ജുമുഉൽ കില്ലയിൽ വരിക. ഏതുപോലെ അഫ്ഇലത്ത് കുഫിലുൻ, അഫ്ഇലത്ത് കുഫിലുൻ, അക്ഫിലത്ത്, അഫ്ഇലത്ത് കുഫില്, നമുക്കറിയാം കുഫിലറ പൂട്ടിലെ അക്ഫിലത്ത്. അതേപോലെ അഫ്ഉല്, ഫിഅലത്ത്, ഫുഅലി, ഇതൊക്കെ അതിനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെയും എന്തല്ല, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇനി ഓപ്ഷൻ സി ജംഉൽ ജുമൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അത് ഏതുപോലെ വരുന്നു? റജുലുൻ, റിജാലുൻ, അതേപോലെ അറാജീൽ. അതായത് ഒരു ജം ഉണ്ടാകും. ഇപ്പോൾ റജുലുൻ റിജാലുൻ എന്നുള്ള ജമ്മാണ് നമുക്കറിയാം. എന്നാൽ ആ ജമ്മിൻ്റെ വേറൊരു ജമ്മ് കൂടെ വരുന്നതുണ്ടാവും ചില സന്ദർഭങ്ങളിൽ. ഏതുപോലെ റജുലുൻ റിജാലുൻ അറാജീൽ എന്ന് പറയാറുണ്ട്. ചില സന്ദർഭത്തിൽ റിജാലാത്തുൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് ജംഉൽ ജമ്മിൻ്റെ വീണ്ടും ഒരു ജമ്മ് കൂടെ, അതാണ് ജംഉൽ ഇത് നമ്മുടെ എക്സാമ്പിളും നമ്മുടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. പിന്നീട് വരുന്നത് മുൻതഹൽ ജുമു ആണ്. മുൻതഹൽ ജുമു എങ്ങനെയാണ്? മഫായില് മസാജിദ്,
മദാരിസ് ഒക്കെ പോലെ മഫാഇൽ, മസാജിദ്, മദാരിസ്. അതേപോലെ മഫാഈൽ എന്നുള്ള വസനിൽ മസാബീഹ്, അതേപോലെ തന്നെ മഫാത്തീഹ്. ഇവിടെ നോക്കൂ നിങ്ങൾ, പിന്നെ മസ്ജിദുൻ അതിൻ്റെ എന്താണ്? മസാജിദുൻ അല്ലേ? മസ്ജിദുൻ മസാജിദുൻ ജമു തക്സീറാണോ? ആണ്. അതേപോലെ തന്നെ അലിഫു സായിദ വന്നിട്ടുണ്ട്, അതിനുശേഷം 2 അറഫുണ്ടോ? 2 അറഫുണ്ട് അല്ലേ? മസാ എന്ന് കഴിഞ്ഞ ശേഷം ജിദുൻ 2 അറഫ് വന്നിട്ടുണ്ട്. മസാജിദുൻ, മദാരിസുൻ, അലിഫു സായിദയ്ക്ക് ശേഷം 2 അറഫുകൾ വന്നിരിക്കുന്നു. അതേപോലെ മഫായിൽ വസനിലാവുമ്പോൾ മസാബീഹുൻ, ഇവിടെ മിസ്ബാഹുൻ, മസാബീഹുൻ. അപ്പോൾ എന്താണ്? ജംഉ തക്സീറാണ്. അലിഫിൽ സായിദ ഉണ്ട്, ശേഷം ഇവിടെ എത്ര അറഫ് വന്നിട്ടുണ്ട്? 3 അറഫാണ് വന്നിട്ടുള്ളത്. മസാബീഹുൻ, മിഫ്താഹുൻ, മഫാത്തീഹുൻ. ഇങ്ങനെ വരുന്നതാണ് എന്ത്? മുൻതഹൽ ജുമൂഅ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, മുൻതഹൽ ജുമൂഅ് എന്നുള്ളതാണ്. ഈ വസനുകളും അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കാനും ഇതൊക്കെ ഓരോന്നും എന്താണ് എന്ന് കണ്ടെത്താനും നോട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. 114ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്ന വരിയാണല്ലേ? ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഈ വരി ആരുടേതാണ്? പ്രവാചക കീർത്തനമാണിതിലെ. ആരുടെ വരിയാണിത്? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? കഅബ് ബിൻ സുഹൈർ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്ന വരികളാണിത്. 115ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്മുൻ മർഫൂഉൻ യതറക്കസു അലൈഹി മഅനൽ ജുംലത്തുൽ ഇസ്മിയ യുസമ്മ. ഇസ്മുൻ മർഫൂഉൻ റഫ്ഉ ചെയ്യപ്പെട്ട ഇസ്മാണ്, യതറക്കസു അലൈഹി അതിന്മേൽ കേന്ദ്രീകരിക്കുന്നു, മഅന ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ ഇസ്മിയയുടെ മഅന ആശയം എന്ത് ചെയ്യുന്നു? അതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിന് പറയുന്ന പേര് എന്താണ്? ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം മർഫൂ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇസ്മുൻ മർഫൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എഴുതാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കണം. അതെന്താണ്? യതറക്കസു അലൈഹി മഅന ജുംലത്തുൽ ഇസ്മിയ, അതിന്മേലാണ് ജുംലത്തുൽ ഇസ്മിയയുടെ അർത്ഥം എന്ത് ചെയ്തിരിക്കുന്നത്? കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഓപ്ഷൻ സീനെ അവിടെ നിന്ന് മാറ്റാം. ഓപ്ഷൻ സി എന്തായാലും ആൻസർ ആവില്ല, കാരണം ഫായിലാകുമ്പോൾ അവിടെ ഫീല് വരുമല്ലോ, ഫീലും ഫായിലും വരുന്നതാണ്. ഇവിടെ ജുംലത്തുൽ ഇസ്മിയൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും ആൻസർ അല്ല അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ജുംല എന്ന് പറഞ്ഞതിനാൽ സിഫത്തും ഒരിക്കലും ജുംലയായി വരില്ല. അപ്പോൾ സിഫത്തിനെയും മാറ്റാം, കാരണം ജുംലയാണല്ലോ. ജുംലയായി വരുമ്പോൾ എന്ത് ചെയ്യൂല? പിന്നെ സിഫത്ത് ഒരിക്കലും ജുംലയായിട്ട് വരുന്നും ഇല്ല. എന്നാൽ ഇസ്മ മാത്രമാണെങ്കിൽ അങ്ങനെ വരും ചെയ്യാം. പക്ഷേ ഇവിടെ ജുംലത്തുൽ ഇസ്മിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിഫത്ത് എന്നുള്ള ആ ഒരു ഓപ്ഷന് നമുക്ക് മാറ്റാം. പിന്നെ വരുന്നത് നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ തന്നെ മുബത്തദ ഖബറാണ്. പലപ്പോഴും നമ്മളിതിന് ആൻസർ എഴുതുക, കാരണം ഇസ്മുൻ മർഫൂഉൻ യതറക്കസു അലൈഹി മഅനൽ ജുംല എന്ന് പറയുമ്പോൾ നമ്മൾ ഖബർ എന്നായിരിക്കും പലപ്പോഴും ആൻസർ എഴുതുക. പല കുട്ടികളും കഴിഞ്ഞ എക്സാമിന് ഇത് തെറ്റിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അൽ ഇൽമു നൂറുൻ, ഇൽമ് നൂറാണ്, ഇൽമ് പ്രകാശമാണ്. അപ്പോൾ എന്താണ് ഈ നൂറുൻ എന്നുള്ള പ്രകാശം അത് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഇൽമുമലാണ്. ഇൽമില്ലെങ്കിൽ പിന്നെ നൂറിൻ്റെ പ്രത്യേകത അല്ലല്ലോ. ഇൽമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അൽ ഇൽമു നൂറുൻ, ഇൽമു മുബ്തദ ആണ്, നൂറുൻ എന്നുള്ളത് ഖബറാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇസ്മുൻ മർഫൂഉൻ യതറക്കസു അലൈഹി മഅനൽ ജുംല, ജുംലയുടെ ആശയം, ജുംലത്തുൽ ഇസ്മിയുടെ ആശയം കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിന്മേൽ. അങ്ങനത്തെ ഇസ്മാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാണ്? ഇപ്പോൾ അൽ ഇൽമു നൂറുൻ എന്നുള്ളതിൽ നൂറുമലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലല്ലോ. നൂർ എന്ന് പറയുന്ന ആ പ്രകാശം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൽമുമലാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കലിമത്തു മിഅവൽ. കലിമത്തു മിഅവൽ എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായിട്ട് വരുന്നതാണ്? ഇസ്മുൽ ഹൈഅ, ഇസ്മുൽ ആല, ഇസ്മു സമാൻ, ഇസ്മു മഫ്ഊൽ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ഇസ്മുൽ ഹൈഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൽ ഹൈഅ എന്ന് പറഞ്ഞാൽ മസ്ദറുൻ യദുല്ലു അലാ ഹൈഅത്തിൽ ഫിഅലി
ഹീന വുക്കൂഇഹി, ഒരു ഫിഇല് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ അതിൻ്റെ രൂപം വിശദീകരിക്കുന്നതാണ് ഇസ്മു ഹൈഅ. ഇസ്മു ഹൈഅയുടെ ഒരു എന്താണ് അതിൻ്റെ വസിന്, അത് ഏത് രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് ആൻസർ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഫിഇലത്ത് രൂപത്തിലാണ്. ഫിഇലത്ത്, അതിൻ്റെ സീഗ വരുന്നത് ഫിഇലത്ത് എന്നുള്ള രൂപത്തിലായിരിക്കും. ഇതെല്ലാം നിങ്ങൾ നോട്ട് പ്രത്യേകം ചെയ്ത് വെക്കേണ്ടതാണ്. ഏതുപോലെ ലാ തജ്ലിസ് ജിൽസത്തൽ മുതകബ്ബിർ, ലാ തജ്ലിസ്, നീ ഇരിക്കരുത്, ജിൽസത്തൽ മുതകബ്ബിർ, ഒരു അഹങ്കാരി ഇരിക്കുന്നത് പോലെ നീ ഇരിക്കരുത്. ഇങ്ങനെ പറയുന്നതിനാണ് ഇസ്മുൽ ഹൈഅ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കലിമത്ത് മിഅ്വലാണ്. പിന്നെ വരുന്നത് ഓപ്ഷൻ സി നോക്കാദ്യം. ഓപ്ഷൻ സി ഇസ്മു സമാൻ. ഇസ്മു സമാൻ്റെ സീഗ എങ്ങനെയാണ് വരുന്നത്? മഫ്അൽ വസ്നിലായിരിക്കും വരിക. മഫ്അൽ ഏതാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ മൽ അബുൽ ഖുറത്തി ഫസീഹുൻ, മൽ അബ്, മഫ്അൽ ഈ രൂപത്തിലാണ് വരുന്നത്. മഫ്അൽ മൽഅബ് ഈ രൂപത്തിലായിരിക്കും വരിക. മൽ അബുൽ ഖുറത്തി ഫസീഹുൻ. പിന്നെ വരുന്നത് ഓപ്ഷൻ ബി ഇസ്മു ആല. ഇസ്മു ആല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ മസൂഖുൻ മിൻ മസ്ദരി സുലാസി, സുലാസിയായ ഫേലിൻ്റെ മസ്ദറിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. അൽ മുതഅദ്ദിലെ ലി ദലാലത്തി അലാമ വഖഅൽ ഫിഇലു ബിവാസിതതിഹി, അതിൻ്റെ വാസിതത്തിലാണ്, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഫെയില് സംഭവിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതുപോലെ ഫതഹ്തുൽ ബാബ ബിൽ മിഫ്താഹി, ഫതഹ്തുൽ ബാബ, വാതിൽ തുറന്നു, ബിൽ മിഫ്താഹി, ഏത് കൊണ്ട്? എന്താണ്? കീ കൊണ്ട് വാതിൽ തുറന്നു, മിഫ്താഹ്. ഈ ഇസ്മു ആലക്ക് നമുക്ക് ഒരുപാട് വസിനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ വസിനുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ്? മിഫ്അല്, മിഫ്അലത്ത്, മിഫ്ആല്, മിഫ്അല്, മിഫ്അലത്ത്, മിഫ്ആല്. ഇതൊക്കെ എന്താണ്? ഇസ്മു ആലയുടെ വസിനുകളാണ്. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന മിഅ്വല് എന്നുള്ളത് മിഫ്അല് വസിനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇസ്മു ആലയാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 117ാമത്തെ ക്വസ്റ്റ്യൻ, തുറഫു അൽ മുഅല്ലക്കാത്ത് ഐലൻ. മുഅല്ലക്കാത്ത് നമുക്ക് അറിയാം, പ്രധാനപ്പെട്ട മുഅല്ലക്കാത്ത് എത്ര എണ്ണമുണ്ട്? 7 എണ്ണമുണ്ട് അല്ലേ? എന്നാൽ അൽ മുഅല്ലക്കാത്ത് 10 ഉണ്ട് അല്ലേ? മുഅല്ലക്കാത്തുൽ മഷ്ഹൂറ എന്ന് പറയുമ്പോൾ 7ആണ്. അപ്പോൾ മുഅല്ലക്കാത്തിന് ഈ മുഅല്ലക്കാത്ത് എന്ന പേരിന് പുറമെ മറ്റു പല പേരുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു പേര് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ അൽ മുദ്ഹിബാത്ത്. അൽ മുദ്ഹിബാത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? മുദ്ഹിബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഅല്ലക്കാത്ത് സ്വർണ്ണ ലിപികളിൽ ആയിരുന്നു എഴുതിയിരുന്നതിലെ, അത് കാബയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നു എന്നെല്ലാം നമ്മൾ അദബിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അൽ മുദ്ഹിബാത്ത് എന്നുള്ളത് മുഅല്ലക്കാത്തിൻ്റെ മറ്റൊരു പേരാണ്. അതേപോലെ അസ്സുമൂത്ത് എന്നുള്ള പേരുണ്ട്, ജാഹിലിയാത്ത് എന്നുള്ള പേരുണ്ട്, അതേപോലെ അസബ് എന്നുള്ള പേരുണ്ട്, അൽ അഷറു തിവാൽ എന്നുള്ള പേരുണ്ട്. ഇതൊക്കെ എന്താണ്? മുഅല്ലക്കാത്തിൻ്റെ മറ്റു പേരുകളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന അൽ മുത്തവ്വിലാത്ത്, അൽ മുത്തവ്വിലാത്ത് എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഖണ്ഡകാവ്യങ്ങളാണ്. അതിൻ്റെ പ്രധാന പ്രയോക്താക്കളായിരുന്നത്, കവികളായിരുന്നത് തൊറഫ, നാബിഗ, സുഹൈർ, അൻതറ, ആയിഷ, ലബീദ്, ഉബൈദ് ബിൻ അബ്രസ്, ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. മുത്തവ്വിലാത്ത് ഖണ്ഡകാവ്യങ്ങളാണ്. അതേപോലെ മുഫല്ലലിയാത്ത്, മുഫല്ലലാത്ത് എന്ന് പറയുന്ന മുഫല്ലലിയാത്ത്, കിതാബുൽ മുഫല്ലലുൽ ലിബ്ബി, അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് മുഫല്ലലിയാത്ത് എന്ന് പറയുന്നത്. കവിതാ സമാഹാരമാണല്ലേ? 130ഓളം വരികൾ അതിലുണ്ട്. മുഫല്ലലിയാത്ത് അത് അൽ മുഫല്ലലുൽ ലിബ്ബി എന്ന് പറയുന്ന ആളുടെ രചനയാണ്. ഓപ്ഷൻ ഡി അൽ മുബശ്ശഹാത്ത് പലപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് സ്പെയിനിലെ, അതായത് അവിടെ എന്താണ് അദബ് ലിറ്ററേച്ചർ, അതേപോലെ തന്നെ അറബി കവിതയുടെയൊക്കെ മെത്തഡോളജിയിലൊക്കെ പുതിയ മാറ്റം വരുത്തിയിട്ടുള്ള എന്താണ് ഉന്ദുലുസിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണിത്. അൽ മുബശ്ശഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 118ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്മുൻ യദുല്ലു അലാ ഫഇലിൻ ഔ ഹദസിൻ മുജറദിൻ അനി സമാൻ യുസമ്മ. എന്താണ് ചോദ്യം?
ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിച്ചു എന്ന് പറയാതെ ഉള്ള ഒരു പ്രവൃത്തി, അതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇപ്പോൾ ഫീല് മാലി, ഫീല് മുലാരി, ഫീല് അമ്രൊക്കെ ഉണ്ടല്ലോ, ഓരോ കാലഘട്ടത്തിലേക്ക് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകം ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു എന്ന് പറയാതെ ഉള്ള ഒരു ഇസ്മ, ആ ഇസ്മിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ അൽ മസ്ദർ, ഓപ്ഷൻ ബി ഹാലി, ഓപ്ഷൻ സി ലൊറഫ്, ഓപ്ഷൻ ഡി തമ്മീസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് മസ്ദർ ആണല്ലേ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഓരോ ഓപ്ഷനുകൾ കാണുമ്പോഴും ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങളിതൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 119ാമത്തെ ക്വസ്റ്റ്യൻ. കാന സി എച്ച് മുഹമ്മദ് കോയ ഖതീബൻ ഡാഷ്. സി എച്ച് മുഹമ്മദ് കോയ നല്ല ഒരു പ്രാസംഗികനായിരുന്നു. ഖതീബൻ ഡാഷ് മാഹിറൻ മുസ്കാൻ അലീമൻ കബീറൻ. എല്ലാം നല്ല അർത്ഥമാണ് അല്ലേ. മാഹിറൻ നിപുണനാണ്. അതേപോലെ തന്നെ മുസ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം വളരെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത്തരം പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല വാചാലമായി സംസാരിക്കുന്ന ആളാണ്. അലീമൻ വലിയൊരു പ്രാസംഗികനാണ്. കബീറൻ വലിയൊരു പ്രാസംഗികനാണ്. അപ്പോൾ എല്ലാം നമുക്ക് ആൻസറാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഖതീബൻ എന്ന് വരുമ്പോൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഓപ്ഷൻ ബി ആണ്, മുസ്കാൻ എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ ഈ ഒരു പ്രയോഗം വന്നതായി കാണുവാൻ സാധിക്കും. കാരണം സി എച്ച് മുഹമ്മദ് കോയ ഖതീബൻ മുസ്കാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 120ാമത്തെ ക്വസ്റ്റ്യൻ. ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ അൽ വാവു ഫിൽ ആയ കരീമ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണിതിലെ. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ലഹരിയുള്ളവരായിക്കൊണ്ട് കടന്നു വരരുത്, അതിലേക്ക് അടുക്കരുത് എന്ന് പറയുന്ന വചനമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ തന്നെ ലഹരിയെ പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണ് ചെയ്തത് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ആയത്താണിത്. അതിനുശേഷം ലഹരിയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത്. ഇവിടെ അൽ വാവ് ഫി ഹാദിഹിൽ കരീമ, ഈ പരിശുദ്ധമായ വചനത്തിലെ അൽ വാവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാവുൽ അത്ഫ്, വാവുൽ മഇയ്യ, വാവുൽ ഖബർ, വാവുൽ ഹാലി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വാവുൽ ഹാലാണ്. എങ്ങനെയാണ് എന്ന് നമുക്കെന്ത് ചെയ്യാം? ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ വാവുൽ അത്ഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ജാഅ മുഹമ്മദുൻ വ അഹ്മദ, ജാഅ മുഹമ്മദുൻ വ അഹ്മദ, മുഹമ്മദും അഹ്മദും വന്നു. അവിടെ എന്താണ്? വാവുൽ അത്ഫാണ്. അവനും ഇവനും വന്നു എന്ന് അറിയില്ല നമ്മൾ, അതാണ് വാവുൽ അത്ഫ്. എന്നാൽ വാവുൽ കസ്മ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വാവുൽ കസ്മ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? കസ്മിൻ്റെ വാവുണ്ട്. വല്ലാഹി ലാ അതാഖറു, അല്ലാഹു ആണ് സത്യം, ഞാൻ നേരെ വൈകുകയില്ല. വല്ലാഹി, അവിടുത്തെ വാ എന്താണ്? വാവുൽ കസ്മാണ്. അതേപോലെ വാവുൽ മഇയ്യ, നമ്മുടെ ഉദാഹരണത്തിലുള്ള വാവുൽ മഇയ്യ എങ്ങനെയാണ്? കൂടെ വന്നു എന്നുള്ള അർത്ഥമാണ്, ഉണ്ടാവുന്ന അവസ്ഥയിൽ വന്നു. സിർത്തു വ ത്വരീക, സിർത്തു വ ത്വരീക എന്ന രൂപത്തിൽ വരുന്നതാണ് വാവുൽ മഇയ്യ എന്നുള്ളത്. അതേപോലെ വാവുൽ ഹാലി, ദഖല ത്വാലിബു വഹുവ യബ്തസിമു, ദഖല ത്വാലിബു വിദ്യാർത്ഥി പ്രവേശിച്ചു, വഹുവ യബ്തസിമു അവൻ പുഞ്ചിരിക്കുന്നവനായി പ്രവേശിച്ചു അല്ലേ. വാവുൽ ഹാലി. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വാവുൽ ഹാലാണ്. അതേപോലെ വാവുൽ ഇസ്തിനാഫ് ഉണ്ട്. വാവുൽ ഇസ്തിനാഫ് പറഞ്ഞാൽ എങ്ങനെയാണ്? ജഅ ഖാലിദു, ഖാലിദ് വന്നു, എന്നിട്ട് അവിടെ ഒരു കോമട്ടിട്ട് പിന്നെ അടുത്തൊരിതായിട്ട് ഇബ്തസമ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. അങ്ങനെ പറയുന്നതിനാണ് വാവുൽ ഇസ്തിനാഫ് എന്ന് പറയുന്നത്. വാവു സായിദ ഉണ്ട്. എങ്ങനെ? റബ്ബന വലക്കൽ ഹംദ്. റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമായി. പക്ഷെ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുമ്പോൾ ആ വാവ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അത് വാവു സായിദയാണ്. പിന്നെ വാവു റുബ്ബ എന്നുള്ള വാവുണ്ട്.
വലയിലിൻ കമൗജിൽ ബഹരി, എത്ര രാത്രികളാണ്. റുബ്ബാറാൽ എത്ര എന്നുള്ള അർത്ഥമാണല്ലോ, എത്ര എന്നുള്ളൊരു അർത്ഥമാണ് കിട്ടുന്നത്. വലയിലിൻ കമൗജിൽ ബഹരി അർഹാ സുദൂലഹു എന്നുള്ള അമ്രുൽ കൈസിൻ്റെ വരിയിൽ അവിടെ കൊടുത്തിരിക്കുന്ന വാവ് എന്താണ്? വാവ് റുബ്ബയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? വാവുൽ ഹാലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദഖല ത്വാലിബു വഹുവ യബ്തസിമു, വിദ്യാർത്ഥി വന്നു, എങ്ങനെയുള്ള അവസ്ഥയിൽ? അവൻ പുഞ്ചിരിക്കുന്ന അവസ്ഥയിൽ. അതുതന്നെയാണ് ഇവിടെ വന്നത്. നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ലഹരി ബാധിതരാകുന്ന അവസ്ഥയിൽ അതിലേക്ക് പ്രവേശിക്കരുത്, അടുക്കരുത്. വാവുൽ ഹാലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു PYQ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പല നഹ്വിൻ്റെ ഭാഗങ്ങളും കൂടുതൽ ഒന്നുകൂടെ എന്താണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ അറിയാത്തത് അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.